പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹുവിന്റെ മതമാകുന്നു. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യപ്രദമായ മതം അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം തന്നെയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാത്രമാകുന്നു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഉറപ്പിന് വേണ്ടി, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കെട്ടുറപ്പിന് വേണ്ടി, അതിന്റെ അടിസ്ഥാനം നിലനിൽക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 വരുന്ന സ്വഹാബാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. ആരെങ്കിലും ആ പ്രവാചകന്മാരുടെ വഴി പിൻപറ്റിയാൽ, അവർ കൊണ്ടുവന്ന സത്യത്തിന്റെ മാർഗം ആരെങ്കിലും അനുധാവനം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ദുനിയാവും നാളത്തെ ആഖിറവും അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കപ്പെടുമ്പോൾ, ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദുനിയാവിലേക്ക് കടന്നു വന്ന് ഇവിടെ പ്രബോധനം നടത്തുമ്പോഴും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറും വാക്കുകൊണ്ട് മാത്രം പ്രബോധനം നടത്തി കഴിഞ്ഞു പോവുകയല്ല ചെയ്തത്. പിന്നെയോ ഇവിടെ കടന്നു വന്ന് ഇവിടെ ദീനിന്റെ പരിശ്രമം ശക്തമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ദീനിനെ യാതൊരു സംഭവിക്കാതെ, ദീനിനെ യാതൊരു ആയാസവും സംഭവിക്കാതിരിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്ക് മാർഗനിർദ്ദേശനം നൽകുകയാണ് ഉണ്ടായത്. ഒരിക്കലും മഹദിയായ ആയിഷ ബീവിയോട് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ്, നിങ്ങളുടെ പ്രിയതമനായ ഭർത്താവിന്റെ ജീവിതം എപ്രകാരമാണ്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് ചോദിച്ചപ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി, കാന ഖുൽഖുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണോ അതുപോലെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് പറയുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രവാചകന്മാർ കാണിച്ചു തന്നത് ആ പ്രവാചകന്മാർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ആ പ്രവാചക വഴി എന്ന് പറയുന്നത് സ്വഹാബാക്കൾക്കോ പ്രവാചകന്മാർക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നല്ല. പിന്നെയോ നമ്മളെ പോലെയുള്ള ആളുകൾക്ക്, ലക്ഷക്കണക്കാനാകുന്ന സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ കഴിഞ്ഞു പോയവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ദീനനുസരിച്ച് ജീവിച്ച് കടന്നുപോയ ഒരുപാട് ആളുകൾ നമ്മുടെ മുൻഗാമികളായിട്ടുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നാമൊക്കെ ചരിത്രം പഠിച്ചവരാണ്, ചരിത്രം മനസ്സിലാക്കി, ചരിത്രം വായിച്ചു നോക്കി നമുക്കറിയാം, ഈ ലോകത്ത് കടന്നു വന്ന ഏറ്റവും വലിയ നരാധരന്മാരെന്നറിയപ്പെടുന്ന, ഏറ്റവും വലിയ അക്രമികൾ എന്നറിയപ്പെടുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഡാർക്ക് ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സമുദായം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ സമുദായത്തിന്റെ പ്രവർത്തനങ്ങൾ? ആളുകളെ കൊന്നെടുക്കുകയും ആളുകളോട് അക്രമം കാണിക്കുകയും മോശത്തരങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ഒരു സമുദായം പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേക്കാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു ചെന്നത്. ആ നരാധരന്മാരായിരുന്ന സമുദായത്തിന്റെ അടുക്കിലേക്കാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി കടന്നു ചെല്ലുന്നത്. അവിടെ കടന്നു ചെന്നുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം എന്താണെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. പരിശുദ്ധമായ ദീനിനെ എങ്ങനെ മുറുകെ പിടിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാം അതിനെ അനുസരിച്ചുകൊണ്ട് അവരെല്ലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം, ആരായിരുന്നു പിന്നീട് അവർ? ലോകത്തറിയപ്പെടുന്ന ഔലിയാക്കന്മാരായി, ലോകത്തറിയപ്പെടുന്ന നേതാക്കന്മാരായി, ലോകത്തറിയപ്പെടുന്ന ജേതാക്കന്മാരായി അവർ മാറിയെന്ന് ചരിത്രം പഠിച്ച ഓരോ മനുഷ്യർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. മോശപ്പെട്ട ആളുകളായിരുന്നു, പ്രവാചകനെ ആക്രമിക്കുകയും ഇസ്ലാമിനെ തകർക്കാനൊക്കെ ശ്രമിച്ച ആളുകളൊക്കെ ആയിരുന്നു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശ്രമം കൊണ്ട്
പരിശുദ്ധമായ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവരെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരെ പറ്റി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളൂ അൻഹും, അവരെ കുറിച്ച് അല്ലാഹു തആല തൃപ്തിപ്പെട്ടു, അല്ലാഹു അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു തൃപ്തിപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അസ്ഹാബി കൽജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. ആരാണോ എൻ്റെ സ്വഹാബത്തിന്റെ വഴി പിൻപറ്റുന്നത് അവര് നാളെ സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരാണോ എൻ്റെ സ്വഹാബത്തിന്റെ വഴി പിൻപറ്റി അതിലൂടെ സഞ്ചരിക്കുന്നത് അവര് നാളെ സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, നമുക്ക് മുമ്പുണ്ടായിരുന്ന എത്ര ഭരണാധികാരികൾ ഇന്നും ആ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കുകൾ അപരിശുദ്ധമായ ദീനിനെ ഈ ഇസ്ലാമിനെ പ്രകടിപ്പിച്ചുകൊണ്ട് എത്രയെത്രയോ ഭരണകർത്താക്കൾ ഭരണാധികാരികൾ ഇന്നും ജീവിക്കുന്നുണ്ട്. എത്രയെത്രയോ ശാസ്ത്രജ്ഞന്മാർ, എത്രയെത്രയോ എഞ്ചിനീയർമാർ, എത്രയെത്രയോ ഡോക്ടർമാർ, എത്രയെത്രയോ കൂലിപ്പണിക്കാർ, എത്രയെത്രയോ സമ്പത്തുള്ളവർ ഇന്നും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നും എത്രയെത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത്, നമുക്കൊക്കെ ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ മുറുകെ പിടിക്കുവാനും ആ പരിശുദ്ധമായ ഇസ്ലാമിനെ അംഗീകരിക്കുവാനും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അല്ലാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഒന്ന് പരിശോധന ചെയ്ത് നോക്കേണ്ടതാണ്. പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ മുമ്പിലേക്ക് റസൂലുള്ളാഹി നമ്മളെ കാണിച്ചു തന്നു. ഈ പരിശുദ്ധ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നുണ്ടോ എന്ന് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. നമ്മളിന്ന് പറയാറുണ്ട്, എനിക്കൊരുപാട് പ്രാരാബ്ധങ്ങളാണ്, എൻ്റെ വീട്ടിൽ ഒരുപാട് കടങ്ങളാണ്, എനിക്ക് ഇത്രയും കടങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇത്രയും പ്രാരാബ്ധങ്ങളൊക്കെ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ എനിക്കെങ്ങനെയാണെന്ന് മനസ്സമാധാനത്തോടെ നിസ്കരിക്കാൻ കഴിയുക, എനിക്കെങ്ങനെയാണ് മനസ്സമാധാനത്തോടെ ഇബാദത്ത് ചെയ്യാൻ കഴിയുക, ഇത്രയും പ്രാരാബ്ധങ്ങൾക്കിടയിലൂടെ ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ ഇന്ന് സാധാരണ പറയാറുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുനിയാവിൽ പറയുന്നത് പരീക്ഷണങ്ങളുടെ കലവറയാണ്. ഒരുപാട് ത്യാഗങ്ങളുടെയും ഒരുപാട് പ്രാരാബ്ധങ്ങളും നിറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ എല്ലാ പ്രതിസന്ധികളും മാറട്ടെ, എൻ്റെ കടങ്ങളൊക്കെ മാറട്ടെ, എൻ്റെ വീട്ടിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറട്ടെ, എല്ലാം മാറിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പള്ളിയിൽ വന്ന് അല്ലെങ്കിൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ വല്ലാഹി സുബ്ഹാനല്ലാഹി ഖിയാമത്ത് നാൾ വരെ അത് സാധ്യമാകുന്ന കാര്യമല്ല.